അങ്ങനെ അത് കഴിഞ്ഞു. മത്സരിക്കാൻ സ്ഥാനാർത്ഥികൾ റെഡി. അവിടെ കണ്ടവർ ഇവിടെയും ഇവിടെ കണ്ടവർ അവിടെയും എന്ന കുമ്പിടി കാഴ്ചയ്ക്ക് ഇക്കുറിയും മാറ്റമുണ്ടായില്ല. ഇടഞ്ഞും പിടഞ്ഞു നിന്നവരെ ആശ്വസിപ്പിച്ചും കൈവച്ച് ആശീർവദിച്ചും ചില നേതാക്കൾ വിശുദ്ധ മാലാഖമാരായി. അതിനിടയിൽ ഒരു ചെകുത്താൻ കൂടി അങ്കത്തട്ടിൽ ഇറങ്ങിയതോടെ സംഗതി ജോർ. ഉട്ടോപ്യയിലേക്ക് സ്വാഗതം. കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അയാൾക്ക് പല പേരുണ്ട്. നാട്ടുകാർക്കിടയിൽ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തവർക്കും പരിഭവിച്ച് സ്കൂട്ടാകാൻ നോക്കിയവർക്കും ഇടയിൽ അയാൾ ആശ്രിതവത്സലനാണ്. രക്ഷകൻ. ആശ്രിതവത്സലനെ കേസി അഭയം നീയരുളൂ ആവൽ ബാന്ധവനെ ആശ്രിതവത്സലനെ കേസി. ആർക്കും യാതൊരു വിഷമവും തോന്നേണ്ട. ഇക്കാലം അത്രയും വിറക് കീറിയവർക്കും വെള്ളം കോരിയവർക്കും UDFന്റെ വാഴ്വിൻ്റെ നാളിൽ സിംഹാസനം തന്നെ KC ഓഫർ ചെയ്തു. ശ്വാസത്തിൻ ഉറവിടമാം KC നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആ വിളിയൊന്നും കേട്ട് ആരും ഉന്തിത്തള്ളി ഇങ്ങോട്ട് വരേണ്ട. മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള അടവും അടിയും കഴിഞ്ഞിട്ടായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. അതുവരെ നേതാക്കളൊക്കെ ഒന്ന് ക്ഷമിച്ചിരിക്കണം. വോട്ട് തന്നാൽ വികസനം കൊണ്ടുവരുമെന്ന് പറഞ്ഞാണ് ചിലർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയത്. അങ്ങനെയെങ്കിൽ ജയിച്ചാൽ മമ്മൂട്ടിയെ കൊണ്ടുവരുമെന്നായി മറ്റൊരാൾ. മമ്മൂക്ക അല്പം മുമ്പ്, ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് കൂടെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അനുഗ്രഹം മേടിച്ചു. അദ്ദേഹം എനിക്കൊരു എല്ലാ ദിവസവും കമ്മ്യൂണിക്കേഷനുള്ള ഒരാളാണ്. വിജയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കൊണ്ടുവരാൻ പറ്റും. ഈ കളി കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് വാളെടുത്ത് ഉറഞ്ഞവർ കുണ്ടറ അണ്ടി ഓഫീസിന് മുന്നിൽ മോദിയെ കൊണ്ടുവരുമെന്ന് ഉഗ്ര ശബ്ദമെടുത്തു. കുണ്ടറയിൽ ഈ ഒരു ഇലക്ഷനിൽ NDA കാൻഡിഡേറ്റ് ആയിട്ടുള്ള ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ 90 ദിവസത്തിനകത്ത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്ര മോദിനെ കുണ്ടറയിൽ കൊണ്ടുവരുന്നതായിരിക്കും. ഒരു ഫുൾ ചിക്കൻ മന്തി വാങ്ങിയാൽ അൺലിമിറ്റഡ് റൈസ് എന്ന പോലെ ജയിച്ചാൽ അൺലിമിറ്റഡ് കേന്ദ്ര ഫണ്ട് എന്ന ബോർഡും ഇതിനിടെ തൂങ്ങിയാടി. എല്ലാം കണ്ട് സഹികെട്ട് മനുഷ്യരോടൊന്ന് മത്സരിക്കാൻ തയ്യാറായി ചെകുത്താനും തിരുവല്ലയിലൂടെ ഊടാടുന്നുണ്ട്. എല്ലാവരും ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ വാരിക്കോരി കൊടുക്കുന്നത് കണ്ട് സഹിക്ക വയ്യാതെ അങ്ങ് തവനൂരിലൊരാൾ ബൂത്ത് ഭാരവാഹികൾക്ക് 15 ദിവസത്തെ സൗജന്യ ഗൾഫ് യാത്ര വാഗ്ദാനം ചെയ്തു. ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? UAE പോകാൻ ഒരു റിട്ടേൺ ടിക്കറ്റും 15 ദിവസം നിങ്ങൾക്ക് താമസിക്കാനുള്ള അക്കോമഡേഷനും സ്പോൺസർ ചെയ്ത്. ഓക്കെ. UP എന്ന അന്യഗ്രഹത്തിൽ നിന്ന് യോഗിവര്യൻ പറഞ്ഞുവിട്ട ചില അഘോരികൾ ഡീസലടിക്കാൻ കാശ് തിരക്കി തലസ്ഥാന നഗരിയിലെത്തിയത് എല്ലാവർക്കും കണ്ടു നിൽക്കാൻ പറ്റാത്ത വല്ലാത്തൊരു കാഴ്ചയായി. ഇത്രയൊക്കെ ആളുകൾ ഉണ്ടായിട്ട് എന്ത് കാര്യം? മലയാളത്തിനൊപ്പം ഹിന്ദി അറിയാവുന്ന G മാത്രമാണ് അവരെ സഹായിച്ചത്. ഒരു തുള്ളി ഡീസൽ ഇല്ലാതെ വണ്ടിയിൽ വട്ടം കറങ്ങിയ ഭസ്മപ്രിയർക്ക് 500 ബക്സ് നൽകി G മാതൃകയായി. അതിനിടെയാണ് കായംകുളത്ത് നിന്ന് ഒരു യുവാവിൻ്റെ ഏങ്ങിയുള്ള കരച്ചിൽ കേൾക്കുന്നത്. കുറച്ചു നാളായി പണി തുടങ്ങിയിട്ട് ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ലെന്ന് നിറകണ്ണുകളോടെ അയാൾ പറഞ്ഞു. 4ാമത്തെ മത്സരമാണ്. 3 തവണയും ഞാൻ പരാജയപ്പെട്ടു. എനിക്കൊരവസരം നൽകണമെന്നാണ്. അതാണ് എംലിജു ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം. അതാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്തവണ എനിക്കൊരവസരം നൽകുക. ഇതൊക്കെ പറഞ്ഞ് ഇത്തവണയെങ്ങാൻ അയാൾ രക്ഷപ്പെട്ടാലോ? അതിലൊരു ത്രില്ലില്ലെന്ന് മനസ്സിലാക്കിയ സ്വന്തം മുന്നണിയിലെ ഒരു ബഹുമാന്യൻ എതിർ സ്ഥാനാർത്ഥിയെ വനിതയെ അസഭ്യം പറഞ്ഞ് കരയിച്ചു. സംഗതി ക്ലീൻ. ആ യുവാവിന് അടുത്തെങ്ങും കരച്ചു നിർത്താൻ യോഗമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇതിനിടെ KSRTCയുടെ പടിയുടെ അളവെടുക്കാൻ പോയവരും കടാപ്പുറത്ത് ഗ്യാസ് എത്തിച്ച് ആനന്ദ നൃത്തം ചവിട്ടിയവരും മന്ത്രിക്കുപ്പായം തയ്ക്കാൻ കൊടുത്തെന്നാണ് കേൾവി. സമൂഹ മാധ്യമങ്ങളിൽ നിലപാടുകൾ കൊണ്ട് രാജകൊട്ടാരം തീർത്ത് ബിഗ് ബോസ് കളിക്കുന്നയാളെ പഴയ വീഡിയോകൾ കുത്തിപ്പൊക്കി ചില റണ്ണൌട്ടാക്കിയതും കൗതുകമേറെയുള്ള കാഴ്ചയായി. ഇനിയും പാടി എന്നെ സംഖ്യയാക്കിയേ പറ്റത്തുള്ളൂന്നുണ്ടെങ്കിലും എനിക്ക് സംഖ്യയാവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എനിക്ക് എപ്പോഴെങ്കിലും മത്സരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോയി സ്വന്തമായിട്ട് മത്സരിച്ചു. ഇതുവരെ സിനിമ കണ്ട് ഫസ്റ്റ് ഹാഫ് രസമുണ്ട്, ലാഗില്ല, സെക്കൻഡ് ഹാഫ് എൻഗേജഡ് ആണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ചിലർ സ്ഥാനാർത്ഥി പട്ടിക കണ്ട് ഭാവി പറയുന്നവരായി മാറി. അതും 2 കിടിലം ഭാവി. നിങ്ങളും ഒന്ന് കേട്ടു നോക്കും. റോബിൻ രാധാകൃഷ്ണൻ കേരളത്തിലെ എവിടെ ഇലക്ഷനിൽ നിന്നും ജയിക്കാൻ സാധ്യതയില്ല. ഒരു പാഴ്വാസ്റ്റ് തന്നെയാണ് പുള്ളി. പിന്നെ അഖിൽമാരാണ്. അയാൾ ഈ റോബിനെക്കാളും ബെറ്ററാണ്. കുറച്ച് വിവരവും അങ്ങനെ സംസാരിക്കുകയും ചെയ്യും. ഉമാ തോമസാണ് സ്ഥാനാർത്ഥി നിൽക്കുന്നത്. എന്തായാലും തോന്നുന്നു ഉറപ്പാണ്.
അപ്പോൾ നിർത്തട്ടെ. ഇരുന്നിട്ടോ നിന്നിട്ടോ തലകുത്തി നിന്നിട്ടോ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചു പഠിച്ച് നല്ല ചാരുതയുള്ള ഭാഷയുമായി വീണ്ടും വരാം. അതിനിടെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതങ്ങ് വീട്ടിൽ പോയി ചോദിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതിൻ്റെ മൊണ്ടാഷ് എൻഡ് ഗ്രാഫിക്സും ഒക്കെ തെറ്റാതെ ഇടണം കേട്ടോ. ഒരുമാതിരി സീൽ മാറി കുത്തിയിട്ട് എക്സ്പാൻഷൻ കൊടുത്ത് ഉരുളണ പരിപാടിയൊന്നും ഇതിനകത്ത് നടക്കില്ല. അതുകൊണ്ടാണ്. ഓക്കെ.